ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് കനൽ വഴിയിൽ കരുത്തോടെ എന്നുള്ള നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം, അതായത് എരുതിയിൽ ഉയിരോടെ എന്നുള്ള നമ്മുടെ അവസാനത്തെ പാഠത്തിന്റെ ക്ലാസ് ആണ്. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ പാഠത്തിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യത്തെ പാഠങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരങ്ങൾ കാണുക. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ചോദ്യോത്തരത്തിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമുക്ക് അവസാന പാഠത്തിലോട്ട് പോകാം. എരുതിയിൽ ഉയിരോടെ എന്നാണ്, ഒരു കഥയാണ്. എന്ത് കഥയാന്ന് നോക്കാം. ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. സൈക്കെ തന്നെ വിവാഹം ചെയ്ത ഈറോസ്തേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ വായിക്കാം. ഓക്കെ, എന്താണ് കഥയുടെ പേരെന്താ? എരുതിയിൽ ഉയിരോടെ അല്ലെ. ഇതൊരു എന്ത് കഥയാണ്? ഗ്രീക്ക് പുരാണ കഥയാണ് കേട്ടോ. അത് ഗ്രീക്ക് പുരാണ കഥയാണ്. അപ്പൊ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സൈക്കെ, പിന്നെയോ സൈക്കയുടെ ഭർത്താവാണ് ഈറോസ്തേവൻ. ഓക്കെ, പ്രാന്തിയെ പോലെ സൈക്കെ അലഞ്ഞു നടന്നു. ആരും തുണയില്ലാത്ത അവസ്ഥ. കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടും അവൾ തന്റെ സങ്കടം പറഞ്ഞു. ഈറോസ്തേവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല. അവസാനം ഡിമിറ്റർ എന്ന വസന്ത ദേവതയെ അവൾ കണ്ടു. കണ്ണീർ പൊഴിച്ച് വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു. ദേവി പറഞ്ഞു, ഈറോസ്തേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത്. അദ്ദേഹം അമ്മയായ ആഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട്. വിളക്കിൽ എണ്ണ വീണതുകൊണ്ട് തോൾ പൊള്ളി ആ ദേവൻ വേദനിച്ചു കിടക്കുകയാണ്. കഷ്ടം, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ദേവി എന്നെ രക്ഷിക്കൂ, എനിക്ക് ഒരു മാർഗം പറഞ്ഞു തരൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഡിമിറ്റർ പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക, പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. സൈക്കെ ആഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞു, ദേവി എന്നോട് ക്ഷമിക്കൂ, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം. ആഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. എങ്ങനെയും സൈക്കയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂവെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. ആഫ്രോഡിറ്റി ചോദിച്ചു, ഞാൻ പറയുന്ന ഏത് ജോലിയും നീ ചെയ്യുമോ? തീർച്ചയായും ചെയ്യാം ദേവി, സൈക്കെ പറഞ്ഞു. എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യകുമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇനം തിരിച്ചു പെറുക്കി കൂട്ടണം. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാവും. വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാം. ആഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. പ്രഭാതത്തിൽ സൈക്കെ ജോലി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു. ഭാരിച്ച ജോലി മാസങ്ങൾ കൊണ്ട് പോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി. മല പോലെ മുന്നിൽ കിടന്ന ധാന്യകുമ്പാരത്തിന് മുന്നിൽ ഇരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യം അന്വേഷിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ എല്ലാം പറഞ്ഞു. ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു, സഹോദരി കരയണ്ട, ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാം. ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി. അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇരം തിരിച്ച് കൂനകളാക്കി മാറ്റി. സൈക്കെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു. സന്ധ്യയ്ക്ക് ആഫ്രോഡിറ്റി വന്നു. ധാന്യങ്ങൾ അതത് ഇടങ്ങളിൽ ഇനം തിരിച്ച് കൂട്ടിയിരിക്കുന്നു. ദേവി വിസ്മയിച്ചു. എങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല. എന്തോ വഞ്ചന ഇതിലുണ്ട്. ഒരു റൊട്ടിക്കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിൽ അടച്ചു. സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു. പിറ്റേ ദിവസം ആഫ്രോഡിറ്റി ദേവി മലമടക്കുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ നദിയുടെ ഉറവിടത്തിൽ നിന്ന് മഞ്ഞുകട്ട പോലെ തണുത്ത ജലമെടുത്ത് പാത്രം നിറയ്ക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് എന്റെ പക്കലത് എത്തിക്കണം, അല്ലെങ്കിൽ മരണമായിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ. ഓർമ്മിച്ചുകൊള്ളൂ. രൗദ്രഭാവത്തോടെ ദേവി ചഷകം സൈക്കയുടെ കയ്യിൽ ഏൽപ്പിച്ച് കടന്നുപോയി. ചഷകം എന്ന് വെച്ചാൽ എന്താ? അതായത് ആ വെള്ളം എടുക്കാനുള്ള പാത്രം കേട്ടോ. സൈക്കെ പളുങ്കു പാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി. വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം. ദുർഘടമായ മലയിടുക്കുകളിൽ കൂടി അവൾ കുറെ ദൂരം മുന്നോട്ട് പോയി. വഴി ആപൽക്കരം. മുകളിൽ ഹിംസജന്തുക്കളും കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവരെ വിഴുങ്ങുവാൻ മലമ്പാമ്പുകളും കാത്തു നിൽപ്പുണ്ട്. ഹിംസജന്തുക്കൾ എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് വിഷാംശമുള്ള ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഭീകര സത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങി കേട്ടു. അവൾ പേടിച്ചരണ്ടു. ആകാശത്ത് പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു. അവളുടെ ദയനീയത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്ന് പറഞ്ഞു, കുട്ടി, മലയിൽ നീ കയറരുത്. കണ്ണീരോടെ തന്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു. കഴുകന്റെ മനസ്സലിഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കൂ. കഴുകൻ തുടർന്നു, നിന്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാം. നീണ്ട കൊക്കിൽ പളുങ്കുപാത്രം എടുത്ത് കഴുകൻ പറന്നുപോയി.
നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി. സൈക്യ കഴുകനോട് നന്ദി പറഞ്ഞു. വെള്ളം തുളുമ്പിപ്പോകാതെ അവൾ സാവധാനം താഴ്വരയിൽ ഇറങ്ങി. താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിലെത്തിയ സൈക്യയോട് അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത്. അവളെ ആഫ്രോഡിറ്റി കഠിനമായി ശപിക്കുകയും ചെയ്തു. കടുത്ത വേദനയോടെ സൈക്യ നിലത്തു വീണു. സംഭവങ്ങളെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു. ആഫ്രോഡിറ്റി കടന്നു പോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു. അവൾ അമ്മയുടെ ശകാരവും ശാപവും ഏറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയാണ്. ഈറോസിന്റെ മനസ്സ് വേദനിച്ചു. ചഷകത്തിലെ കുളിർജലം തളിച്ച് ഈറോസ് സൈക്യയെ ഉണർത്തി. ഈറോസിന്റെ ദർശനത്തിൽ സൈക്യ കോരിത്തരിച്ചു. അവൾ തന്റെ വേദനകളെല്ലാം മറന്നു. അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു. ഇതൊരു ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിലുള്ളതാണ്. ഇത് മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ഫാദർ ഡെസ് എം മുഴൂറാണ് കേട്ടോ. അപ്പൊ ഇനി പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. കഥ വായിക്കാം, പറയാം. എല്ലാവരും മൗനമായി 1 or 2 തവണ കഥ വായിക്കൂ. ഇനി കഥ ഉറക്കെ വായിച്ചു കേട്ടാലോ. ഓരോരുത്തരായി ഗ്രൂപ്പിൽ കഥ ഭാഗങ്ങളായി വായിച്ചു പൂർത്തിയാക്കണം. വായിച്ചും വായന കേട്ടുമുള്ള ഓർമ്മ വെച്ച് ഈ കഥ ആർക്കെല്ലാം പറയാൻ പറ്റും പറഞ്ഞു നോക്കൂ. കഥാ വായനയും കഥ പറച്ചിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്യൂ. കഥ വായിക്കുന്നതും കഥ പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കഥ വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ അങ്ങനെ വായിക്കുന്നു. കഥ പറയുമ്പോഴോ നമ്മൾ കുറച്ച് ഭാവനയൊക്കെ നമ്മൾ കുറച്ചും കൂടെ അത് എന്ത് ചെയ്യും, കുറച്ചുകൂടെ വർണ്ണിച്ച് നമുക്കത് പറയാൻ സാധിക്കും. കഥ വായനയിൽ നാം നമ്മുടെ മനസ്സിലാണ് കഥ വിശകലനം ചെയ്യുന്നത്, ആസ്വദിക്കുന്നതും. എന്നാൽ കഥ പറച്ചിലിൽ ആകട്ടെ നമ്മോടൊപ്പം നമ്മുടെ അവതരണ ശൈലിയിൽ മറ്റുള്ളവർക്ക് കൂടി കഥ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇല്ല, നമ്മൾ ഒരാൾ കഥ വായിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് മാത്രമാണ്. എന്നാൽ നമ്മൾ കഥ പറയുന്നതിലൂടെ ഒരുപാട് പേർക്ക് ആ കഥ ആസ്വദിക്കാൻ സാധിക്കും. പറച്ചിലിൽ നമ്മുടെ ഭാവവും പറയുന്ന രീതിയും എല്ലാം വികസിക്കപ്പെടുന്നുണ്ട്. അടുത്തത് കഥാപാത്രങ്ങളോടൊപ്പം. എരുതിയിലുയിരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? 2 or 3 വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തും. സൈക്യ, അവളുടെ ഭർത്താവായ ഈറോസ് ദേവൻ, ഡിമിറ്റർ എന്ന വസന്ത ദേവത, ഈറോസിന്റെ അമ്മയായ ആഫ്രോഡിറ്റി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. സൈക്യ തന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ഒറ്റയ്ക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തവൾ ആണ് സൈക്യ. ഈറോസ് ദേവൻ അമ്മയുടെ അടുത്ത് വിളക്കിൽ നിന്ന് മുറിവേറ്റ് കിടക്കുകയാണ്. ഡിമിറ്റർ, എന്നാലും നമുക്ക് കൂട്ടിച്ചേർക്കാട്ട് നമ്മൾ കുറച്ച് എഴുതിയുള്ളൂ. ഈറോസ് ദേവൻ നമുക്ക് എന്ത് എഴുതാം? ഭാര്യയുടെ അതിയായ സ്നേഹമുള്ള ആളാണ് ഈറോസ് ദേവൻ എന്ന് പറയുന്നത്. സൈക്യ ആണെങ്കിൽ ഭർത്താവിനോട് അതിയായ സ്നേഹമുള്ള ആളാണ് സൈക്യ. ഡിമിറ്റർ വസന്ത ദേവതയാണ്. ഈറോസ് ദേവൻ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് ഡിമിറ്റർ ആണ്. പിന്നെ നമുക്ക് കഴുകൻ കഥാപാത്രങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. അതുകൂടാതെ നമ്മൾ കഴുകനുണ്ട്, ഉറുമ്പുകളൊക്കെ ഉണ്ട് അല്ലെ, അവരൊക്കെ സഹായിക്കുന്നുണ്ട്. ആഫ്രോഡിറ്റി, ഈറോസിന്റെ അമ്മ ആഫ്രോഡിറ്റി ദുഷ്ട കഥാപാത്രമാണ്. അടുത്ത ചോദ്യം, എനിക്കും പറയാനുണ്ട്. ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല, എന്തോ വഞ്ചന ഇതിലുണ്ട്. ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല, ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും. വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയായി തിരിച്ചു വന്ന സൈക്യയോട് ആഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. ആഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഇല്ല അല്ലെ. ആഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് ഞാൻ യോജിക്കുന്നില്ല. ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അയാൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അയാളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് ഉറപ്പുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നതും സാഹചര്യത്തെയും വേദനിപ്പിക്കുന്ന മനസ്സിനെ മുതലെടുക്കുന്നതും നല്ലതല്ല. നാം യാചിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടത്. അടുത്തത് പഴഞ്ചൊല്ലിന്റെ പൊരുൾ. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ആ പ്രശ്നത്തിന് നമ്മൾ അത്രയും നിസ്സാരമായിട്ട് കാണണമെന്നല്ല പറയണത്. പക്ഷെ അതോടെ ജീവിതം ഇല്ല എന്ന് കരുതുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അത് തരണം ചെയ്യണം, ധൈര്യപൂർവ്വം തരണം തന്നെ ചെയ്യണം അല്ലെ. ഈ ചൊല്ലിന്റെ ആശയം എന്താണ്? ഒന്നല്ലൊരു കൂടി മാവേലിമാർ, ഭൂമിക്ക് വേണ്ടി, എരുതിയിൽ ഉയിരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായിട്ട് എഴുതും. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി. ഇതൊരു അർത്ഥവത്തായതും ഊർജ്ജം നിറഞ്ഞതുമായ പഴഞ്ചൊല്ലാണ്. നാം ചില സന്ദർഭങ്ങളിൽ പകച്ചു പോകുകയും തളർന്നു പോവുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ നാം സ്വയം ധൈര്യം കണ്ടെത്തുകയും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കണ്ടെത്തുകയും വേണം. തോറ്റുപോകാതെ, പ്രശ്നങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ പഴഞ്ചൊല്ല് നമുക്ക് പറഞ്ഞു തരുന്നു. പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ പാഠങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളും ഇത്തരം ചൊല്ലുകളും അർത്ഥവത്താണ്. അടുത്തത് കഥയരങ്ങാണ്. പാഠപുസ്തകത്തിൽ നിന്നും ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും ധാരാളം കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇഷ്ടപ്പെട്ട കഥകൾ ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു കഥയരങ്ങ് സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ ചെയ്തു നോക്കുക. അപ്പൊ നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് ക്ലാസ്സും
കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, അവസാനത്തെ പാഠത്തിന്റെ ക്ലാസ്സും. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും അടിസ്ഥാന പാഠാവലിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.